ഹൈ, കുറേ ആയി തോന്നുന്നു ഞാനിങ്ങനെ വീഡിയോ ഇട്ടിട്ട്. തിരക്കല്ല, മടി അങ്ങനെ എന്തെല്ലാം ആയതുകൊണ്ട്. ഇന്ന് ഇങ്ങനെ വീഡിയോ ഇടാൻ കാരണം ഇന്ന് പ്രത്യേകിച്ച് അങ്ങനെ വർക്കൊന്നുമില്ലായിരുന്നു. ഇങ്ങനെ കുറേ ആലോചിച്ചു, എന്ത് പറയും, എന്തെങ്കിലും പറയണമെന്ന് വിചാരിച്ചിട്ട് പറഞ്ഞതാണ്. ശരിക്കും നമ്മുടെ ജീവിതത്തിൽ നമ്മളിങ്ങനെ കുറേ കാര്യങ്ങൾ മറക്കണം എന്നാഗ്രഹിക്കൂലേ? ചില കാര്യങ്ങൾ, നല്ല കാര്യങ്ങളുണ്ട്, മോശം കാര്യങ്ങളുണ്ട്, ആളുകളുണ്ട്, നമ്മുടെ ജീവിതത്തിൽ കുറേ സന്ദർഭങ്ങളുണ്ട്. കുറേ കാര്യങ്ങൾ നമ്മൾ മറക്കണം എന്ന് ആഗ്രഹിക്കും. ഒരു 50% മറക്കും നമ്മൾ, പക്ഷെ ചില കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ ശരിക്കും നിൽക്കും. ഇപ്പം ചില ആളുകളാണെങ്കിൽ നമ്മളിപ്പോൾ മറക്കണം, നമ്മൾ എന്താ അങ്ങനെ ചിലപ്പോൾ നല്ല ആളുകളായിരിക്കും, എന്താ നമുക്കിങ്ങനെ ഓർമ്മകളിങ്ങനെ നമ്മുടെ മനസ്സിൽ വന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ട് നമുക്കത് മറക്കണമെന്നിങ്ങനെ ആലോചിക്കും. ശരിക്കും പറഞ്ഞാൽ അത് മറക്കേണ്ട ആവശ്യമില്ലെന്ന് എനിക്ക് തോന്നുന്നത്. നല്ല ഓർമ്മകൾ ശരിക്കും നമ്മുടെ മനസ്സിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്തോ ഇങ്ങനെ നിൽക്കുന്നത് നല്ലതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം നമുക്ക് ആ ഓർമ്മകൾ ശരിക്കും നല്ലതല്ലേ? നമുക്ക് നമ്മളെ തന്നെ തിരിച്ചറിയാനും നമ്മുടെ ജീവിതത്തിലെ ഓരോ ഓർമ്മകളൊക്കെ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ വരുമ്പോൾ ചില സമയത്ത് നമ്മളത് മറന്നിങ്ങനെ വരുമ്പോഴും പിന്നെയും നമ്മുടെ മനസ്സിങ്ങനെ ഓർമ്മിപ്പിക്കും. ചിലപ്പോൾ രാത്രി ഉറങ്ങുന്നതിന് മുമ്പും ചിലപ്പോൾ സ്വപ്നത്തിലും നമ്മളെ മറക്കാൻ സമ്മതിക്കില്ല. ശരിക്കും പറഞ്ഞാൽ നമ്മളറിയാണ്ട് തന്നെ നമ്മുടെ ഇൻകോൺഷ്യസ് മൈൻഡിൽ ഇങ്ങനെ ആ കാര്യങ്ങളിങ്ങനെ ഓർത്തുകൊണ്ടിരിക്കും. ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ആ ഓർമ്മകളൊക്കെ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ നിൽക്കുന്നത് ഒരു കണക്കിന് ശരിക്കും നല്ലതാണ്. കാരണം നമുക്ക് നമ്മളെ തന്നെ തിരിച്ചറിയാനും നമ്മളെന്തെങ്കിലും തെറ്റ് അവരോട് ചെയ്തിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും നല്ല കാര്യങ്ങളുണ്ടെങ്കിലും നമുക്കത് ഓർമ്മിക്കാനും അതുവഴി നമുക്ക് ശരിക്കും ഒരു എന്താ പറയുക, നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം എപ്പോഴും ഈ മറക്കണം എന്ന് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ശരിക്കും മറക്കാണ്ടിരിക്കുന്നത് നല്ലതാണെന്ന് തോന്നുന്നു. കാരണം എന്തിനാ മറന്നിട്ട് നമ്മുടെ ജീവിതത്തിൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ ഓരോ കാര്യങ്ങളിങ്ങനെ നിൽക്കുമ്പോൾ പെട്ടെന്ന് അത് മറന്നിങ്ങനെ നമുക്ക് തന്നെ അത് ഒഴിവാക്കാൻ വേണ്ടി തോന്നുന്ന അത്ര നല്ലതല്ലെന്നല്ല, എനിക്കങ്ങനെ തോന്നിയില്ല. കാരണം മറക്കണം മനുഷ്യനായാൽ മറക്കും, മറവി നല്ലതാണ്. ഐ ഡോണ്ട് നോ, ബട്ട് ചില കാര്യങ്ങൾ മറക്കണമെന്ന് നമ്മൾ വിചാരിക്കുന്ന ഒരു കാര്യമാണ് ശരിക്കും നമുക്ക് മറക്കുന്നത് നല്ലതാണ്. നമ്മളതിൽ നിന്നൊരു എസ്കേപ്പ് ആകുക മാത്രമേ ഉള്ളൂ. ആ കാര്യങ്ങളിൽ നിന്ന് നമ്മൾ മറന്ന് നമ്മളെ കൂടുതൽ ഫോക്കസ് ചെയ്യാനൊക്കെ ആയിരിക്കും നമ്മളെ മറക്കണം എന്ന് വിചാരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ എന്തിൻ്റെ ആവശ്യം? ആ ഓർമ്മകൾ ഉള്ളിൽ വെച്ചിട്ട് നമ്മൾ അതിൽ നിന്ന് എസ്കേപ്പ് ആകുമ്പോഴും നമ്മൾ ആ ഓർമ്മകൾ നമ്മുടെ ഉള്ളിൽ പിന്നെയും വരുമ്പോൾ നമ്മളത് ഐ ഡോണ്ട് കെയർ എന്നൊരു ഇത് വരുമ്പോഴല്ലേ നമ്മൾ ശരിക്കും ആ ഓർമ്മകളെ നമ്മൾ ഓവർകം ചെയ്യുക. അല്ലാണ്ട് മൊത്തത്തിൽ നമ്മൾ മറന്ന് നമ്മൾ ആ ഒരു ബന്ധമേ ഇല്ല, പിന്നെ പെട്ടെന്നൊരു ദിവസം നമ്മളത് ഓർക്കും, പിന്നെ നമ്മൾ ചിലപ്പോൾ ഡൗൺ ആയിപ്പോകും. അതിലും നല്ലത് നമ്മുടെ ആ ഓർമ്മകൾ ഇങ്ങനെ നമ്മുടെ മനസ്സിൽ നിന്ന് നമ്മുടെ എവിടെയെങ്കിലും നമ്മളിങ്ങനെ വല്ലപ്പോഴും ആലോചിക്കുമ്പോഴോ ചില നല്ല കാര്യങ്ങൾ നമുക്ക് സന്തോഷം തരുന്ന കാര്യങ്ങൾ ആലോചിക്കുമ്പോഴോ നമുക്കൊരു ഹാപ്പിനെസ് ആയിരിക്കും. അതിപ്പം എന്തെങ്കിലും നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ള കാര്യങ്ങളാണെങ്കിലോ ഇപ്പം ആളുകളാണെങ്കിലോ അവരെ നമ്മൾ മറക്കണമെന്ന് വിചാരിച്ചാലും പെട്ടെന്ന് മറക്കാൻ സാധിക്കില്ല. പക്ഷെ അത് മറക്കേണ്ട ആവശ്യമില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അത് നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ നിലനിൽക്കുകയാണെങ്കിൽ അതല്ലേ നല്ലത്. അല്ലാതെ മൊത്തത്തിൽ മറന്ന് പോയി പിന്നെ കുറച്ച് കഴിയുമ്പോൾ നമ്മൾ പിന്നെ ഓർക്കുമ്പോൾ ശരിക്കും നമുക്കൊരു ഒരു ഫീലിംഗ്, എന്തെങ്കിലും ഒരു വിഷമം ഉണ്ടാകും. അതിലും നല്ലത് നമ്മുടെ മനസ്സിൽ അതിങ്ങനെ നിലനിൽക്കുന്നു, നമുക്കിടയ്ക്ക് ഓർക്കാം. അപ്പം ഓർക്കാൻ നല്ല കാര്യങ്ങളായിരിക്കും. മോശം കാര്യങ്ങൾ നമുക്ക് ശരിക്കും ഓർക്കാം. കാരണം നമ്മൾ മോശം കാര്യങ്ങൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് മറന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആ തെറ്റിലേക്ക് പോകത്തില്ല. നമ്മൾ ആ മോശം കാര്യങ്ങൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ നിലനിൽക്കുകയാണെങ്കിലും നമുക്കത് പിന്നെ നമ്മൾ എന്തെങ്കിലും കാര്യം തെറ്റായിട്ട് എന്തെങ്കിലും ചെയ്യാൻ പോകുമ്പോഴോ എന്തെങ്കിലും വരുമ്പോൾ നമുക്ക് നമ്മുടെ മൈൻഡിൽ ഞാനന്നങ്ങനെ ചെയ്തല്ലോ, ഇനി അത് ചെയ്യാൻ പാടില്ല എന്നുള്ളൊരു മോശമാണെങ്കിൽ നമുക്കത് ഓർമ്മ വരില്ല. നമ്മളത് മൊത്തത്തിൽ മറന്നുപോയി, നമുക്കതിനെക്കുറിച്ചൊരു ഓർമ്മയില്ല, പിന്നെ നമ്മൾ ആ തെറ്റിലേക്ക് പോകുന്നതിലും നല്ലതല്ലേ എല്ലാ കാര്യങ്ങളും നമ്മുടെ മനസ്സിൽ നിലനിൽക്കുന്നത്. എന്ന് വെച്ച് എപ്പോഴും മോശം കാര്യങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കണം എന്നല്ല.
നമ്മുടെ മൈൻഡിൽ ഓരോ കാര്യങ്ങൾക്കും നമ്മളാണ് തീരുമാനിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ എൻ്റെ മനസ്സിൽ ഇന്ന കാര്യങ്ങൾ ഞാനാണ് നിയന്ത്രിക്കുന്നത്, അല്ലാണ്ട് വേറൊരു ശക്തിയാണെന്ന് ഞാൻ ബിലീവ് ചെയ്യുന്നില്ല. കാരണം ഒരു കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ നടക്കണം, അത് ചെയ്യണം, അത് മറക്കണം, ഇനി അത് ഓർക്കണ്ട എന്നൊക്കെ തീരുമാനിക്കാൻ നമ്മൾ. ഇപ്പം നമ്മളൊരു കാര്യം ഓർക്കണ്ട, നമ്മളിങ്ങനെ ആലോചിച്ച് നമ്മൾ ആ കാര്യങ്ങളിലോട്ട് നമ്മുടെ ചിന്തകളൊന്നും പോകാണ്ടിരുന്നാൽ, നമ്മൾ അതിൽ നിന്ന് മൊത്തത്തിൽ ഒഴിഞ്ഞാൽ, കുറേ കാലം അങ്ങനെ കഴിഞ്ഞാൽ നമ്മൾ അതിൽ നിന്ന് പയ്യെ മാറുന്നു പോകും. പക്ഷേ നമ്മളതിൽ നിന്ന് നമ്മൾ അങ്ങനെ ചെയ്തിട്ടും നമുക്ക് എന്താണ് ചെറിയൊരു നമുക്കൊരു മൈന്യൂട്ടായിട്ടുള്ള ഒരു കാര്യങ്ങൾ പോലും നമുക്ക് ഇപ്പം ഞാൻ വിചാരിക്കുന്നത് എനിക്കിങ്ങനെ ഓർക്കണം എന്ന് വിചാരിച്ചാൽ മാത്രമേ എനിക്കത് ഓർക്കാൻ പറ്റുള്ളൂ. അല്ലാത്ത പക്ഷം ഞാനത് ഓർക്കില്ല, ഞാൻ മറന്നു. അപ്പം അതിനായിട്ട് നമ്മൾ എന്നൊരു വഴി കണ്ടെത്തുവാണെങ്കിൽ കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ നിൽക്കും. കാരണം നമ്മൾ ചെയ്ത തെറ്റുകളൊക്കെ നമുക്ക് ഓർമ്മയുണ്ടെങ്കിൽ നമുക്കത് പിന്നീട് ആവർത്തിക്കാതിരിക്കാം. അതേപോലെ നമ്മൾ ഏതെങ്കിലും ആളുകളോട് നമ്മൾ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ നമുക്ക് ആളുകളെ ഓർക്കുമ്പോഴേക്കും നമ്മൾ ആ തെറ്റ് അവരോട് ചെയ്തത് എന്താണെന്ന് നമ്മൾ ഓർക്കുക. അപ്പം നമുക്ക് വേറെ ഒരാളോട് ആ തെറ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടി നമുക്ക് ശ്രമിക്കാം. മൊത്തത്തിൽ നമുക്ക് എന്താ ഓർമ്മകൾ മനസ്സിൽ നിലനിൽക്കുകയാണെങ്കിൽ ബി ഗുഡ്. കാരണം അത് നമ്മുടെ മനസ്സിൻ്റെ ഒരു ഭാഗത്ത് നിന്ന് അതവിടെ നിന്നോളും. നമുക്ക് എന്താണ് പൊതുവെ ആ കാര്യങ്ങളിൽ നമ്മളെ നിയന്ത്രിച്ചുകൊണ്ട് നമുക്കത് മുന്നോട്ട് പോകാൻ വേണ്ടി സാധിക്കും. കാരണം അതാണ് നമുക്ക് നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. കാരണം മൊത്തത്തിൽ നമ്മുടെ മനസ്സിൻ്റെ ഓർമ്മകൾ മായൂല ഒരിക്കലും, മനുഷ്യനല്ലേ. പക്ഷെ നമുക്ക് ഓർമ്മകളിലൂടെ ജീവിക്കാം. കാരണം ആ ഓർമ്മകൾ അവിടെ നിലനിർത്തിക്കൊണ്ട് നമ്മൾ ആ ഒരു ഫ്ലോയിൽ അങ്ങ് പോവുക. എപ്പോഴും ഓർത്തുകൊണ്ടിരിക്കണമെന്നല്ല ഞാൻ പറയുന്നത്. ആ ഓർമ്മകൾ അവിടെ സ്റ്റേബിളായിട്ട് നമുക്ക് വെച്ചിട്ട് നമ്മൾ തന്നെ ആളുകളെ ആണെങ്കിലും ഓർത്തുകൊണ്ട് ജീവിക്കാം. കാരണം നല്ല ഓർമ്മകൾ തരുന്ന ആൾക്കാരുണ്ടാവും, പെട്ടെന്ന് നമ്മുടെ ലൈഫിൽ നിന്ന് പോയവരുണ്ടാവും. അപ്പം നമുക്ക് എന്താണ് ഒരിക്കലും അവരങ്ങനെ പെട്ടെന്ന് മറക്കാനൊന്നും പറ്റില്ല. പക്ഷെ നമ്മൾ തുനിഞ്ഞിറങ്ങി എന്തായാലും മറക്കണമെന്ന് വിചാരിച്ചാൽ മറക്കാം. പക്ഷെ അതിൽ നല്ലത് എന്താണ്, അവർ തന്ന ഓർമ്മകളും ബാക്കി കാര്യങ്ങളൊക്കെ നമ്മുടെ മനസ്സിൽ നിന്നുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകുന്നതാണ് ഏറ്റവും നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. കാരണം നമുക്ക് തന്നെ നല്ലതാണ്. കാരണം നല്ല കാര്യങ്ങൾ നമ്മുടെ ഇടയിൽ സംഭവിച്ചിട്ടുണ്ടാകും. അപ്പം നമുക്കത് മൊത്തത്തിൽ എന്താ നമുക്ക് തന്നെ അതിൽ ഒരു ഫോക്കസ് കിട്ടും. ഞാൻ എന്ത് ചെയ്തു, എന്തുകൊണ്ടാണ് ഓർമ്മകളായത്, എന്തുകൊണ്ടാണ് ഇങ്ങനെ ഓർമ്മകളെ കുറിച്ച് സംസാരിക്കേണ്ടത്, അപ്പം നമുക്ക് തന്നെ ഒരു ക്ലാരിഫിക്കേഷൻ കിട്ടും. അത്രേ ഉള്ളൂ. അതാണ് ഞാൻ പറയുന്നത്. ശരിക്കും നമ്മളാരും ഒരു കാര്യങ്ങളും മറക്കണം എന്ന് ഒരിക്കലും തീരുമാനിക്കാൻ പാടില്ല. കാരണം നമ്മുടെ ജീവിതത്തിലെ കാര്യങ്ങളൊക്കെ ഓർമ്മകളായിട്ട് നമ്മുടെ മനസ്സിൽ എവിടെയെങ്കിലും സൂക്ഷിച്ചു വെക്കുക. പിന്നീട് ഒരിക്കലും അത് നമുക്ക് ഉപകാരപ്പെടും. അല്ലാണ്ട് ഒരിക്കലും അത് നമ്മളെ തെറ്റായിട്ട് ഇങ്ങനെ ബാധിക്കില്ല. എന്ന് വെച്ചാൽ ഓർമ്മകളിലൂടെ ഇങ്ങനെ ആളുകൾ പറയുന്നത് ജീവിക്കണം എന്നല്ല. നമ്മുടെ മനസ്സിൻ്റെ ഒരു ഭാഗത്ത് അത് അവിടെ വെക്കുക. നമുക്ക് എന്താണ് അവിടെ അങ്ങനെ ഉണ്ട്. നമ്മളെന്തെങ്കിലും തെറ്റ് ചെയ്യുമ്പോഴോ എന്ത് കാര്യങ്ങൾ ചെയ്യുമ്പോഴോ അത് നമ്മുടെ മൈൻഡിൽ ഇങ്ങനെ ട്രിഗർ ചെയ്യും. നമ്മളത് ഓർത്തുകൊണ്ട് മാത്രം ജീവിച്ചാൽ മതി. അല്ലാണ്ട് മൊത്തത്തിൽ മറന്ന് ഫോക്കസ് ചെയ്ത് ജീവിക്കണമെന്ന് തോന്നുന്നില്ല. അങ്ങനെ പറ്റുന്നവരുണ്ട്. പക്ഷെ നമുക്ക്, ഞാൻ പറയുന്നത് അതിൻ്റെ ആവശ്യമില്ല. ശരിക്കും നമ്മൾ ലിവ് ഇൻ ദ മെമ്മറീസ്. കാരണം അത് നമുക്ക് നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നു. അത്രയേ ഉള്ളൂ.